രാമ 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 ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സീതാന്വേഷണോദ്യോഗം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നീരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാത്തരുളേണമാതരാൽ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കുരു മർക്കട വീരരി കാണായതൊക്കവേ. നാനാകുല ജലസംഭവന്മാരിവർ നാനാസരിദ്വീപശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരികളേവരു മുർവീപദേ കാമരൂപികളെത്രയും ഗർഭം കലർന്ന നിശചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരായവരാകയാൽ ദേവാരികളെയൊടുക്കുമിവരിനി കേജിൽ ഗജബലന്മാരതിലുണ്ടു താൻ കേജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ട് കേജിതാമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്രനിലോ പല രൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരതാപരി ശുദ്ധ സ്ഫടിക സംഘാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും നിങ്ങൾ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കപിബലം മൂലബല ജലപക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികൾ എന്നു നിർണയം ദേവദേവേശാലി കുകുല പുങ്കവ. ഋഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടിബല്ലു ഗർവന്താധിപതി മഹാപ്രൗഢമതി ഹനുമാനീവനെന്നുടി മന്ത്രിവരൻ മഹാസത്വ പരാക്രമം ഗന്ധവാൽമജനീശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘ വാലതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാദീശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശേതൻ വലിമുഖനും ഗന്ധമാദനൻ താരൻ ഋഷഭൻ നളൻ വിനദൻ മമാം താരതനയനമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനര വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണ്ടുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശു നേത്രാംബുജത്തോടു മന്ദർഗതമരുൾ ചെയ്തിതു സാദരം. മൽക്കാരി ഗൗരവം നിങ്ങളെ നിർണയം ഉൾക്കാമ്പിലോത്തു കർത്തവ്യം കുരുഷ്വനീ ജാനകി മാർഗണാർത്ഥം നിയോഗിക്കനീ വാനര വീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരനയച്ചിതു നാലു ദിക്കിങ്കലും 100,000 കപി വീരന്മാർ പോകണം ഒരു ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ ജാമ്പവാമൈന്ദൻ വിവദനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങോ വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണമേണാംഗശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോടും ഇത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചിടിനാം. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനിരുന്നിരുന്നിടിനാം. ഇത്തം കപികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവന് വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ.
രാമനാമങ്കിതമംഗുലീയ കമ്പാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാളവാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനാം. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു യശോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കപി സഞ്ചയം. ലക്ഷവും വൃത്രാരിപുത്രതനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജപുരങ്ങളിലും തഥാ തത്ര തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദിശാന്തരം. ഗന്ധവാഹാൽമചനാദികളൊക്കവേ വിദ്യാജലാടവി പുക്കു തിരയുമ്പോൾ ക്രൂര മൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായൊരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശ കണ്ടനെന്നോർത്തു കപിവരന്മാരെല്ലാം. നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. സ്വയം പ്രഭാഗതി. അന്ധകാരാരണ്യമാശു പുക്കിടിനാരന്തരദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കഖണ്ഡോഷ്ടതാലു പ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാം. വല്ലി തൃണഗണചന്നമായൊന്നതിലില്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആദ്ര പക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഉദ്ദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ച നല്ല ജലമതിയിലുണ്ടെന്നു നിർണയം. എല്ലാവരും നാം അതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാൻ ഇതിരുട്ടുകൊണ്ടന്നേരം അന്യൂന്യമൊത്തു കയ്യും പിടിച്ചാകുല ഖിന്നതയോടും നടന്നുപോയി ചെന്നരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലാമാരതിടന്നിദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം. വാപികളുണ്ടു മണിമയ വാരിയാലാപൂർണകളായ ദീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പദ്രുമതുല്യമായി. പീയൂഷ സാമ്യ മധുദ്രോണി സംയുത പേയഭക്ഷ്യാന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി. മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണി കാഞ്ചനാവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ. യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി. പാവകജ്വാല സമാപകലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു. തൽക്ഷണി സന്തോഷപൂർണ മനോസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാം. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ. നിങ്ങളാരാകുന്നതെന്നു പറയണം, വന്നിടുവാ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാം. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസല തിങ്കൾ അയോധ്യയെ ഉത്തമയായുണ്ടൊരു പുരി ഭൂതലേ. തത്രൈവ വാണു ദശരഥനൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതോ 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠൻ അവർകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാത്മ്യ വനവാസാർത്ഥമായവൻ രാധാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിന സ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം. ദുഷ്ടനായുള്ള ദശാസ്യനിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകൂ മനോജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിരു തമ്മിൽ അന്യോന്യമായി. എന്നതിന്നഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരികെന്നു
വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതല്ലാടവും ദക്ഷിണാദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കപിവരന്മാരുണ്ടോ ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാവുന്നു മോഹേന ഗഹ്വരം ബുക്കിതറിയാതെ ദൈവവശാലിവയുടെ പോന്നു വന്നിഹാദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞീല നേരെ അരുൾ ചെയ്ക വേണം അതും ശുഭേ. യോഗിനി ദാനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വ ഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവഞ്ഞാം എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബുക്കുബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിന മുഗ്ധേന്ദുശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാണീശ്വരം ദിവ്യ സംവത്സരണാമായുധായുധം. ഭൂമിയിൽ വന്നവതിനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയെ കശ്യൽ പുരുഷനറിയും സുഗതിനാം രൂപാന്തവേദം സദാ ബാധു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോശൈകദർശനം കേവലം ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്രമിത്താത്ത വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേരി ജപിക്കയിലെന്നുമേ രാമനാമം മേ ജപിക്കായി വരീണമേ. നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാത്തായ ദേ നമഃ. സ്വർമാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനി സീതാഭിരാമായ ദേ നമഃ. വേദാത്മകം കാമരൂപിണമീശാന മാധ്യമധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമഞ്ചരന്തം പുരുഷം വരം. നിന്നെ നിന്നൊഴിഞ്ഞാർക്കറിഞ്ഞിടാവോ മർത്യ വിടംബനം ദേവതേ ചേഷ്ടിതം ചിത്തെ നിരൂപിക്കിലെന്തറിയാവതും. ത്വന്മായയാ പീതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്തന്തരീം ദേവതിരിങ്മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും. നിന്മഹാമായ വിടംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാം. ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ദുൽക്കഥാ പീയൂഷപാന സിദ്ധിക്കെന്നും ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നെ ഘോര തപഫല സിദ്ധയും നിർണയമെന്നു ചിലർ പറയുന്നിതു. കൗസല്യയാൽ പ്രാപ്യമാനമായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ. ശ്രഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാം. മർത്യനായി വന്നു പിറന്നിതു നിർണയം വൃത്തിയിലെന്നു ചിലർ പറയുന്നിതു. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തിനിക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപൂടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനി ജനമൊന്നു തിരിച്ചറിയാവതുമല്ലമേ. യാതൊരുത്തൻ ദുൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി. നൂനം ഭവാർണവത്തെ കടന്നിടുവാൻ കാണാമവനു നിൻ പാദപങ്കേരുഹം. ത്വന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുധരം രാമം സഹോദര സേവിതം രാഘവം. സുഗ്രീവ മുഖ്യ കപികുല സേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ.
ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായ ഭക്തയായ യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാഭി വസിക്കിലും തൊൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. തൊൽപാദ ഭക്തവൃത്തിഷു സംഘം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകുകയും വേണം. പ്രാകൃതന്മാരാ ജനങ്ങളിൽ സംഗമമേകത സംഭവിച്ചിടായിക മാനസേ. രാമരാമേരി ജപിക്കായി വരേണമേ രാമപാദേ. രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാസുമിത്രാത്മജാനിതം രാഘവം പീതവസ്ത്രം ചാപബാണസലാദരം. ചാരുമകുട കടക കടിസൂത്രഹാര മകരമണിമയ കുണ്ടല നൂപുര ഹേമാംഗദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗ്യദേവേ നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം. ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘുത്തമവാക്യാമൃതം മുദാഗത്വാ തദൈവ പദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചിതവ്യം. അങ്കദാദികളുടെ സംശയം. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏതും അറിഞ്ഞില്ല വാസരം പോയതും. മാസമതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകീലെന്നുമേ. നിഗ്രഹിച്ചിടും അതിനില്ല സംശയം സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാം. പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കും അതിനില്ലൊരന്തരം. എന്നിലവനൊരു സമ്മോദമെന്തുള്ളതെന്നെ രക്ഷിച്ചതോ രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതി ചെൽക രാമാമക ജീവനും രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജ ഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രഭം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവം. പാപി ദുരാത്മാവിനെന്തരുതാത്തതും. തൽപാശദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പോയി കൊள்കെന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും. തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിന മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിയുക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം ബുക്കു നന്നാ സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമധു ദേവലോകോപമം. ആരാലും ഇല്ലൊരു നാളും ഭയസഹിതാരേയ പോക നാം വൈകരുതേതുമേ. അങ്കദൻ തന്നോടി വണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാം. ഇംഗിതജ്ഞനയ കോവിദൻ വാദജൻ അങ്കദനെ തഴുകി പറഞ്ഞിടിനാം. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത മന്ദകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരസുതൻ എന്നു തൻ മാനസേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുണ്ടതോ നേരെ ധരിച്ചില്ല ഞാനഴിഞ്ഞാരുമേ. സൗമിത്രിയെ കാളതി പ്രിയൻ നീ തവ സാമർത്ഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതോ മിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാസകേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും. വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജനന്ദന കേളിതം ഞാനും തവ ഹിതത്തിങ്കൽ.
ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തനാ ജ്ഞാനികൾ വാക്കു കേട്ടേതും ഭ്രമിക്കൊലാം. ഹാനീവരായി ഗുഹയിൽ വസിക്കുന്നു വാനരൗകം പറഞ്ഞിലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിനഭേദ്യയായെന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയുക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നെടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലെടോ സജ്ജന ഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവദ്വിജ കുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തം അൻപോടു ചൊല്ലുവൻ കേൾക്കനീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലർക്കെടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള വണീശ്വരൻ. ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നീതയോധ്യയിൽ. രക്ഷോഗണത്തെ ഒടുക്കിയ ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പാർത്ഥിതനാകയാൽ പാർത്ഥിവ പുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിൽ അർത്ഥപരായണൻ. ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദന്റെ ആപരൻ. മർത്യനായി വന്നിങ്ങവതരിച്ചിടിന ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും. വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടുന്നാം. അംഗദനോടി വണ്ണം ഭവനാത്മജൻ മംഗള വാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിദ്യാജലം ബുക്കു കാശീപിപുത്രയെ നോക്കി നോക്കി ദ്രുതം. ദക്ഷിണ വാരിധി തീരം മനോഹരം ബുക്കു മഹേന്ദ്ര ജലേന്ദ്ര പദം മുതാ. ദുസ്തരമേറ്റ മഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ചയം. വൃത്രാരി പുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യ കുലം പൂണ്ടിരുന്നുടൻ. ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യൂന്യമെന്തിനി ചെയ്വതു സന്തതമൂർഖനാം. ഗഹ്വരം ബുക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതോ മാസവും. തണ്ടാരിൽ മാതിനെ കണ്ടില്ല നാം ദശ കണ്ഠനെയും കണ്ടു കിട്ടിയില്ല കുത്രച്ചിൽ. സുഗ്രീവനും തീഷ്ണദണ്ഡനേത്രേ തുലം നിഗ്രഹിച്ചിടും അവൻ നമ്മി നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയാൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു. മുക്തിക്കു നല്ലു നമുക്കു പാത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു കപികുലം. ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം. വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം. ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി മർദ്ദനം കൃത്വാ. രാവണ കുംഭകർണനിധനം മേധസ്യ രാമായണം ശുഭം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ.